ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. പുതിയ ചാനലാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഫിഷ് നിർവാണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നിർവാണാണ്. ഫിഷ് നിർവാണത്തിന് പറ്റിയൊരു മീനല്ല, കഷ്ണം മീൻ അല്ലെങ്കിൽ ഈ മീനൊക്കെയാണ് വേണ്ടത്. കിട്ടിയ മീൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കിട്ടിയ മീൻ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. 2 പീസ് ആക്കി എടുക്കേണ്ട ഒരു മീൻ അങ്ങനെ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ മഞ്ഞപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി, ഉപ്പാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിത് ഫുള്ളും വറുത്തെടുക്കണം. ഓയിൽ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് വറുത്തെടുക്കണം. നമുക്കിത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് വറുക്കാൻ വെക്കാം ഗൈസ്. അപ്പം നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വറുത്തെടുക്കണം. നമ്മൾ നല്ലോണം വറുത്തെടുക്കേണ്ട ഒരു മീഡിയം സൈസിൽ നമ്മൾ ഇത് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ വാഴയില വെച്ചിട്ട്, വാഴയിലേക്കാണ് നമ്മൾ ഇനി ആ മീനും കാര്യങ്ങളൊക്കെ ഇടേണ്ടത്. വാഴയില വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഓയിൽ അധികം ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മതി, അധികം വേണ്ട. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മീനും കാര്യങ്ങളൊക്കെ ഇടണം. മീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അപ്പൊ മീനും കാര്യങ്ങളൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ വയസ്സ്. അപ്പൊ ക്യാമറയും ഇതും വെച്ചിട്ട് എടുക്കണം വയസ്സ്. അതുകൊണ്ടാണ് ക്യാമറയും വേണം, നമ്മൾ ചെയ്യും വേണം. അതുകൊണ്ടാണ് ഇത്തിരി ഈ വശമൊക്കെ ഉണ്ട് വയസ്സ്. എല്ലാം ക്ഷമിക്കണം. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെതായ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം നാളികേരപ്പാൽ നമ്മൾ ഒഴിക്കണം ഗൈസ്. നാളികേരപ്പാൽ നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കുക ഗൈസ്. അപ്പം എടുത്ത നാളികേരപ്പാൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇത് വേവിക്കാൻ വെക്കണം. ഫുള്ളായിട്ട് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വെച്ചിട്ടാണ് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഗൈസ്. എന്നിട്ട് നമ്മൾ നല്ലോണം വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇടാം. പച്ചമുളക് ഇടാം. പിന്നെ വേപ്പില ഇടുന്നവർക്ക് വേപ്പില ഇടാം. വേപ്പില ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലാണ്. അതായിരിക്കും.